നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണവില പവന് 1,18,000 രൂപയും കടന്ന് കുതിക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു പവൻ സ്വർണം വാങ്ങുക എന്നത് ഇന്ന് വലിയൊരു സ്വപ്നമായി മാറിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ നൽകുന്ന തുകയിൽ വലിയൊരു ഭാഗം പണിക്കൂലി എന്ന പേരിലാണ് പോകുന്നത്. ഈ പണിക്കൂലിയിലെ ചതിക്കുഴികളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം നിങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മൾ ജ്വല്ലറിയിൽ പോയി സ്വർണം വാങ്ങുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് ബില്ലിൽ വരുന്നത്. 1. സ്വർണത്തിന്റെ അന്നത്തെ വില. 2. പണിക്കൂലി അഥവാ മേക്കിംഗ് ചാർജ്. 3. GST. 4. ഹോൾമാർക്കിംഗ് ചാർജ്. ഇതിൽ സ്വർണ്ണ വിലയിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അത് ആഗോള വിപണി തീരുമാനിക്കുന്നതാണ്. പക്ഷെ പണിക്കൂലിയിൽ നമുക്ക് വലിയ രീതിയിൽ ഇടപെടാൻ സാധിക്കും. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികളിൽ പണിക്കൂലി 5% മുതൽ 35% വരെയാണ് ഈടാക്കുന്നത്. അതായത് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഡിസൈൻ അനുസരിച്ച് 6,000 രൂപ മുതൽ 40,000 രൂപ വരെ നിങ്ങൾ പണിക്കൂലിയായി മാത്രം നൽകേണ്ടി വരുന്നുണ്ട്. ഇത് എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുന്നതിന് മുൻപ് ജ്വല്ലറികൾ പണിക്കൂലി കണക്കാക്കുന്ന രീതിയും നമ്മൾ അറിഞ്ഞിരിക്കണം. 2 രീതിയിലാണ് സാധാരണ പണിക്കൂലി കണക്കാക്കുന്നത്. 1. ഓരോ ഗ്രാമിനും ഇത്ര രൂപ എന്ന് നിശ്ചയിക്കുന്ന രീതി. 2. സ്വർണ്ണവിലയുടെ നിശ്ചിത ശതമാനം കണക്കാക്കുന്ന രീതി. ഈ 2026 സാഹചര്യത്തിൽ സ്വർണ്ണവില ഇത്രയും കൂടി നിൽക്കുമ്പോൾ ശതമാനം കണക്കാക്കിയുള്ള പണിക്കൂലി ഉപഭോക്താവിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. സ്വർണത്തിന് ഗ്രാമിന് 14,000 രൂപയുള്ളപ്പോൾ 10% പണിക്കൂലി എന്നത് 1,400 രൂപയാണ്. എന്നാൽ വില 15,000 രൂപയാകുമ്പോൾ ഇതേ 10% പണിക്കൂലി 1,500 രൂപയായി മാറും. ആഭരണം നിർമ്മിക്കാനുള്ള അധ്വാനം ഇവിടെ മാറുന്നില്ല, പക്ഷെ വില കൂടിയപ്പോൾ പണിക്കൂലിയും കൂടി. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ഗ്രാം റേറ്റ് അടിസ്ഥാനത്തിൽ പണിക്കൂലി നിശ്ചയിക്കാൻ ജ്വല്ലറികളോട് ആവശ്യപ്പെടുന്നത് ലാഭകരമായിരിക്കും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കെണിയാണ് വേസ്റ്റേജ് അഥവാ പദവ്. ആഭരണം നിർമ്മിക്കുമ്പോൾ സ്വർണം നഷ്ടപ്പെടുന്നു എന്നാണ് ഇതിന് ജ്വല്ലറികൾ നൽകുന്ന വിശദീകരണം. പണ്ട് കൈകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ശരിയായിരുന്നു. എന്നാൽ ഇന്ന് മിക്കവാറും ആഭരണങ്ങൾ മെഷീൻ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അവിടെ സ്വർണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പലപ്പോഴും പണിക്കൂലി കുറവാണെന്ന് പരസ്യം ചെയ്യുന്ന കടകൾ വേസ്റ്റേജ് എന്ന പേരിൽ വലിയ തുക ഈടാക്കാറുണ്ട്. അതുകൊണ്ട് ബില്ല് ചോദിക്കുമ്പോൾ പണിക്കൂലിയും വേസ്റ്റേജും പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം. ലളിതമായ ഡിസൈനുകളുള്ള വളകൾക്കും മാലകൾക്കും പണിക്കൂലി കുറവായിരിക്കും. എന്നാൽ കൊത്തുപണികൾ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും. ഇനി നികുതിയുടെ കാര്യം. സ്വർണത്തിന്റെ വിലയ്ക്കും പണിക്കൂലിക്കും മുകളിൽ 3% GST നമ്മൾ നൽകണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പണിക്കൂലി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി GST തുകയും വർദ്ധിക്കും. അതുകൊണ്ട് പണിക്കൂലിയിൽ ഇളവ് വാങ്ങിയാൽ GST ഇനത്തിലും നിങ്ങൾക്ക് പണം ലാഭിക്കാം. അതുപോലെ തന്നെ പ്രധാനമാണ് ഹാൾമാർക്കിംഗ് ചാർജ്. BSI നിയമപ്രകാരം ഒരു ആഭരണത്തിന് ഹാൾമാർക്കിംഗ് ചാർജ് നിലവിൽ 45 രൂപയും GSTയുമാണ്. ആഭരണത്തിന്റെ ഭാരം എത്രയായാലും ഈ തുകയിൽ മാറ്റമില്ല. എന്നാൽ ചിലയിടങ്ങളിൽ ഓരോ ഗ്രാമിന് ഹാൾമാർക്കിംഗ് ചാർജ് വാങ്ങാറുണ്ട്. ഇത് തെറ്റായ പ്രവണതയാണ്. ബില്ലിൽ ഇത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. വില കൂടിയ ഈ സമയത്ത് സ്വർണം വാങ്ങുമ്പോൾ ലാഭമുണ്ടാക്കാൻ ചില വഴികളുണ്ട്. ഒന്നാമത്തേത് അഡ്വാൻസ് ബുക്കിംഗ് ആണ്. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവർ കുറഞ്ഞത് 3 മാസം മുമ്പെങ്കിലും ഗോൾഡ് സ്കീമുകളിൽ ചേർന്നത് നന്നായിരിക്കും. പല ജ്വല്ലറികളും ഇത്തരം സ്കീമുകളിൽ പണിക്കൂലി പൂർണ്ണമായും ഒഴിവാക്കി നൽകാറുണ്ട്. രണ്ടാമത്തേത് ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇന്ന് കാണാൻ നല്ല വലിപ്പമുള്ള എന്നാൽ ഭാരം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ വിപണിയിലുണ്ട്. ഇവയ്ക്ക് പണിക്കൂലി താരതമ്യേന കുറവായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങൾ വാങ്ങുമ്പോഴാണ്. കല്ലുകളുടെ തൂക്കം സ്വർണത്തിന്റെ തൂക്കത്തിനൊപ്പം കൂട്ടി വില നൽകേണ്ടി വരുന്നത് വലിയ നഷ്ടമാണ്. സ്വർണത്തിന്റെ വില കല്ലുകൾക്ക് നൽകരുത്. കല്ലുകൾക്ക് പ്രത്യേകം വിലയും അവ നീക്കം ചെയ്തുള്ള സ്വർണ്ണ തുകയും ബില്ലിൽ ഉറപ്പാക്കുക. പഴയ സ്വർണം നൽകി പുതിയത് വാങ്ങുമ്പോൾ എക്സ്ചേഞ്ച് ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പലപ്പോഴും പഴയ സ്വർണത്തിന് 100% മൂല്യം നൽകുന്ന ഓഫറുകൾ ജ്വല്ലറി നൽകാറുണ്ട്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് വില പേശുക എന്നതാണ്. സ്വർണ്ണവിലയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെങ്കിലും പണിക്കൂലിയിൽ ഇളവ് നൽകാൻ ജ്വല്ലറികൾക്ക് സാധിക്കും. 2-3 ജ്വല്ലറികളിൽ കയറി പണിക്കൂലി താരതമ്യം ചെയ്ത ശേഷം മാത്രം വാങ്ങുക. സ്വർണം വാങ്ങുന്നത് ഒരു നിക്ഷേപം കൂടിയായതുകൊണ്ട് ഓരോ പൈസയും ലാഭിക്കുന്നത് ഗുണകരമാണ്. 916 ഹോൾമാർക്കുള്ള സ്വർണം തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ മറക്കരുത്. വിപണിയിലെ ഇത്തരം മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വർണം വാങ്ങിയാൽ ഈ വിലക്കയറ്റത്തിലും നിങ്ങൾക്ക് ഒരു പരിധിവരെ പണം ലാഭിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. സാമ്പത്തിക ലോകത്തെ പുതിയ വാർത്തകളും അറിവുകളും വേഗത്തിൽ അറിയാൻ ഇക്കണോമിക്സ് ടൈംസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണ്ണ നിക്ഷേപങ്ങളും പർച്ചേസുകളും സ്വന്തം ഉത്തരവാദിത്തത്തിലും സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷവും മാത്രം തീരുമാനിക്കുക. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വിലയിലും നിയമങ്ങളിലും മാറ്റം വരാം. നന്ദി.